20 മിനിറ്റ് വൈകും ഞാൻ എത്താനെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് അവൾ പറഞ്ഞു. ഒരാൾ മരിച്ചു പോകുമെന്ന് കരുതിയല്ലല്ലോ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത്. അത് ശരിയാണ് സർ. അന്നത്തെ ആ അവസ്ഥയിൽ ചിലപ്പോൾ അമ്മയുടെ വിധിയായിരിക്കാം അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ 18 വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം ഇപ്പൊ വീണ്ടും സജീവമായി വന്നതിലാണ് എനിക്ക് അതിശയം തോന്നുന്നത്. സജീവമായി വന്നതല്ലല്ലോ നിരഞ്ജൻ, കാഞ്ചന പൊക്കിയെടുത്തുകൊണ്ട് വന്നതല്ലേ. കാഞ്ചനയ്ക്കും മകനും എന്നെ അടിക്കാനുള്ള ഒരു ആയുധം, എൻ്റെ മകളെ എൻ്റെ ശത്രുവാക്കാനുള്ള ഒരായുധം. അവളുടെ സമർത്ഥമായ വലകളിൽ ഇവൾ വീഴുകയും ചെയ്യും. എന്നെ അങ്ങനെ ആർക്കും കെണി വെച്ച് പിടിക്കാനൊന്നും പറ്റത്തില്ല. എനിക്കറിയേണ്ടത് സത്യം. അന്ന് ഡാഡിയുടെ ഒപ്പം ഓപ്പറേഷൻ തിയേറ്ററില് ആ സ്ത്രീ ഉണ്ടായിരുന്നോ? നഴ്സ് സീതാലക്ഷ്മി ഉണ്ടായിരുന്നു. സർജറികളിൽ എന്നെ അസിസ്റ്റ് ചെയ്തിരുന്നത് അവരായിരുന്നു. നല്ല മിടുക്കിയായ സമർത്ഥയായ ഒരു സഹപ്രവർത്തകർ. ആ ഒരു ഇഷ്ടവും ബഹുമാനവുമായിരുന്നു എനിക്കവരോട്. അല്ലാതെ നിന്റെ അപ്പച്ച പറഞ്ഞു നടക്കുന്നത് പോലെ കഥകളോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെങ്കിലേ എനിക്ക് അവരെ കാണണം. എന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വേണം. എന്തായാലും എന്റെ അമ്മയുടെ മരണം കുളിമുറിയിൽ തലയടിച്ച് വീണിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം അതാരെങ്കിലും അടിച്ചാലും ഉണ്ടാവും. ഞാൻ എന്തു പറഞ്ഞു നടന്നിരുന്നൻ ഇനി ഞാൻ എൻ്റെ മോളെ വിശ്വസിപ്പിക്കാം. അക്ഷരയുടെ സംശയങ്ങൾക്ക് അവള് തന്നെ മറുപടി കണ്ടെത്തട്ടെ സർ. കാരണം 18 വർഷം കഴിഞ്ഞെങ്കിലും എവിടെയെങ്കിലും നമ്മളറിയാത്ത സത്യം മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വന്നല്ലേ പറ്റൂ. ഒരുപക്ഷെ അത് പുറത്തു വരുന്നതോടെ സാറിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും. ഇത് കാലത്തിന്റെ ഒരു കണക്ക് തീർക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അക്ഷരയുടെ അമ്മയുടെ ആത്മാവിന്റെ കണക്ക് തീർക്കൽ, അമ്മയുടെ ആത്മശാന്തിക്കായി മകള് ചെയ്യുന്ന ഒരു കർമ്മം, ഒരു നിയോഗമായിട്ട് സാർ ഇതിനെ കണ്ടാൽ മതി. അക്ഷര, മനോഹരേട്ട. എന്താ പാർവതി, ഈ കട്ടൻ കാപ്പിയേക്കാൾ കടുപ്പമാണല്ലോ നിന്റെ മുഖത്തിന്. ഒരു അംഗപ്പുറപ്പാട് പോലെ ഉണ്ടല്ലോ. കടുപ്പത്തിൽ ഒരു കാര്യം പറയാൻ തന്നെയാ വന്നത്. പറഞ്ഞു. പിന്നെ നീയായിട്ട് മാറി നിൽക്കണ്ട. ആർക്കും കയറി മേയാനുള്ളതാണല്ലോ ഈ മനോഹരന്റെ മനസ്സ്. കാര്യം പറയുന്നേ കേക്കട്ടെ. മനസ്സെല്ലാവർക്കും ഉണ്ട്. മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നീ രാമായണത്തിലെ യുദ്ധകാന്ഡം പാരായണം ചെയ്യാതെ കാര്യം എന്നാന്ന് വെച്ചാ പറ. നിത്യയുടെ കാര്യം തന്നെയാ. തോന്നി. നിത്യയുടെ കല്യാണം ഉടനെ നടത്തണം. നാളെ എങ്കിൽ നാളെ.